നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്ന് മാറി ധനുരാശിയിൽ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ധനുരാശി പുരുഷ രാശിയായാണ് കണക്കാക്കുന്നത്. ഈ ധനുമാസം 13-ാം തീയതി പൂരാടം ഞാറ്റുവേലയും 21-ാം തീയതി ഉത്രാടം ഞാറ്റുവേലയും തുടങ്ങും. ഈ ധനുമാസത്തിലെ ചില ഗ്രഹനിലകൾ പ്രകാരം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കും. ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കും. ഇവരുടെ ഭാഗ്യം കുതിച്ചുയരും. ഇവർക്ക് അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ധനുമാസത്തിൽ ഈ 7 നക്ഷത്രക്കാർക്ക് രാജയോഗം തന്നെ പിറക്കുന്നതായിരിക്കും. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം നേട്ടങ്ങളുടെ സമയമാണ്. ഇവർക്ക് ഈ സമയത്ത് ഏതൊരു കാര്യവും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ നിന്ന് ആലസ്യങ്ങളെല്ലാം ഒഴിഞ്ഞ് പുതിയൊരു ലക്ഷ്യത്തിനായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി മാറുന്നത് കാണാൻ കഴിയും. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇവർക്ക് കാണാനാകും. ഇവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും. ഇവർക്ക് ഈ സമയത്ത് എന്തെന്നില്ലാത്ത മാനസിക സന്തോഷം വന്നു ചേരും. കൂടാതെ ഈ സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസത്തിൽ വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും. ഇവർക്ക് ഈ സമയത്ത് ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഇവരുടെ 11-ാം ഭാവത്തിൽ ശക്തനായ ശനി തുടരുന്നതിനാൽ കർമ്മഫലം ലഭിക്കും. ഏത് കാര്യത്തിനായി പ്രവർത്തിച്ചാലും ഇരട്ടി പ്രതിഫലം തന്നെ ഇവർക്ക് ലഭിക്കും. എല്ലായിടത്തു നിന്നും ബഹുമാനവും ആദരവും ലഭിക്കും. ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം അവസാനിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളുമായും ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആലസ്യം വിട്ടൊഴിയും. എല്ലാ മേഖലയിൽ നിന്നും നല്ല നേട്ടങ്ങൾ തന്നെ ഇവർക്ക് കൈവരുന്നതായിരിക്കും. ഈ സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ വളരെയധികം അനുകൂലമായിരിക്കും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ലക്ഷ്മി ദേവിയുടെ ഭാഗ്യകടാക്ഷമുണ്ടായിരിക്കും. അതിൻ്റെ ഫലത്താൽ പല നല്ല നേട്ടങ്ങളും ഇവർക്ക് കൈവരിക്കാനാകും. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവും. ബിസിനസ് പരമായും തൊഴിൽപരമായും ഇവർക്ക് സാമ്പത്തിക ഉയർച്ച നേടാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കും. ഈ സമയത്ത് ഇവരുടെ കടങ്ങൾ കുറേയൊക്കെ വീട്ടാനാകും. ദാമ്പത്യ ജീവിതത്തിലും ഫലങ്ങൾ വളരെ അനുകൂലം തന്നെയായിരിക്കും. ഈ സമയത്ത് ഇവർക്കും ലോട്ടറി ഭാഗ്യം പോലെയുള്ള ചില ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസത്തിൽ ധാരാളം നേട്ടങ്ങൾ ലഭിക്കും. ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കാണാനാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾ ഒരു പരിധിവരെ വിട്ടൊഴിയും. ഈ സമയത്ത് ഇവർക്ക് മാനസിക സൗഖ്യം ലഭിക്കും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ഇവർക്ക് ഉയർച്ചയുണ്ടാകും. ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടങ്ങൾ ലഭിക്കും. പല വഴികളിലൂടെയും ഇവരുടെ കൈകളിൽ ധാരാളം ധനം വന്നു ചേരും. ഈ സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. ഏത് കാര്യം ചെയ്താലും ഭാഗ്യം ഇവരെ അനുകൂലിക്കും. ഈ സമയത്ത് ഇവർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായും ശുഭഫലങ്ങൾ തന്നെ ലഭിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയും രാഹുവും പ്രതികൂല ഭാവത്തിൽ നിൽക്കുമ്പോൾ അനുകൂലമായ ചില ഗ്രഹങ്ങളും ഇവർക്കുണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ്. സൂര്യനും ചൊവ്വയും മറ്റും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിന് അവസരമുണ്ടാകും. ധാരാളം ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും. ഇവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടാനാവും. ചില മംഗളകർമ്മങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കാനാകും. ഈ സമയത്ത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് തീരെ പ്രതീക്ഷിക്കാതെ ചില ധനനേട്ടങ്ങളും ഉയർച്ചയും ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം ധാരാളം നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്.
ഇവർക്ക് ഈ സമയത്ത് ഒരു പ്രത്യേക ഊർജം ലഭിക്കും. ഇവരുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. മറ്റുള്ളവരുടെ സഹകരണം ലഭിക്കും. ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ദോഷചിന്തകളുമെല്ലാം നീങ്ങിപ്പോവും. ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്നും ലാഭം നേടാനാകും. അവിവാഹിതരുടെ വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങും. ഈ സമയത്ത് ഇവർക്ക് തൊഴിൽപരമായും ഉയർച്ച പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാകും. അപ്രതീക്ഷിതമായ ചില ധനസ്രോതസ്സുകളിലൂടെ ഇവരുടെ കൈകളിൽ ധാരാളം പണം വന്നു ചേരും. ഈ സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അനുകൂല ഫലങ്ങളെല്ലാം തന്നെ ഇരട്ടിയായി ലഭിക്കുന്നതായിരിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, പ്രധാനമായും ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ നിന്നും ആശയക്കുഴപ്പങ്ങളെല്ലാം വിട്ടൊഴിയും. മക്കളുടെ കാര്യത്തിൽ നല്ല വാർത്തകൾ ലഭിക്കും. അവരെക്കുറിച്ചുള്ള ആശങ്കകൾ നീങ്ങും. സമയബന്ധിതമായി ചുമതലകളെല്ലാം ഭംഗിയായി നിറവേറ്റാനാകും. ഗാർഹിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ സമയം അതിൽ നിന്നെല്ലാം ഇവർക്ക് മുക്തി ലഭിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് ഈ സമയത്ത് സാധ്യത വളരെ കൂടുതലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ കൈകളിൽ ധാരാളം ധനം വന്നു ചേരും. വാഹനം വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം അനുകൂലമാണ്. കുറച്ച് ദീർഘദൂര യാത്രകൾക്കും സാധ്യതയുണ്ട്. പല കാര്യങ്ങളും ഇവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും. ഈ സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.